പ്രിയമുള്ളവരെ നമസ്കാരം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇക്ക നമുക്ക് ആദ്യത്തെ സ്കിറ്റിലേക്ക് എടുക്കാം. നമ്മുടെ ഇവിടുത്തെ ഐറ്റം വേറെ എന്നുള്ള പ്രോഗ്രാമില്ലേ, ഇത് തുടങ്ങിയിടക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 3-4-5-6 എപ്പിസോഡിന് മുമ്പ് വരെ സ്ഥിരമായിട്ട് നമ്മളെ എന്താണ് പ്രകമ്പനം കൊള്ളിപ്പിക്കുക എന്നൊക്കെ പറയൂലേ, അതുപോലെ ചിരിപ്പിച്ചിരുന്ന ആളുകളാണ്. ഒരു 2-3 എപ്പിസോഡായിട്ട് കുറച്ച് താഴെയാണ്. പക്ഷെ അവര് 3-4 എപ്പിസോഡായിട്ട് തിരിച്ചു വരവാണ്. കാരണം 70-75 ഒക്കെ വാങ്ങിച്ചിട്ട് പഴയ ലെവലിലോട്ട് വരുന്ന ഒരു ടീമാണ്. അവരിപ്പോ നമുക്ക് ആവശ്യമാണ് അല്ലേ? വിളിക്കട്ടെ അവരാ. സജി മൂങ്ങോട്, സുധീഷ് പുനലൂർ ആൻഡ് ദീപ്തി. സൂപ്പർ ടീം അവര്. മെഴുകുതിരികളിൽ അഴലിനിരുളിലിടറുമീ സരമിഴികളിൽ. എന്നാലും നിനക്കിത് സംഭവിച്ചല്ലാണ്. ഇതെന്തിന്റെ കാണായിരുന്നു? വല്ല കാര്യം ഉണ്ടായിരുന്നോ? നീ കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നാണ്? എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഹലോ, എന്തേ ഇങ്ങനെ കരയണത്? എന്താണ്? അല്ല, കൂട്ടുകാരൻ വല്ലോണോ മരിച്ചത്? മരിച്ചാ? അല്ല, ഫോട്ടോ നോക്കിയിരുന്ന് കരയണ് കൂട്ടുകാരൻ. ഫോട്ടോ അല്ലേ ഇത്? ഇത് കണ്ണാടിയാണ്. ഞാൻ എന്നെ തന്നെ നോക്കി കരഞ്ഞാണ്. എൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ വേറെ ആരുടെ പറയാനാണ്? നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അറിയാമോ, കല്യാണം കഴിച്ച ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കുകയാണ്. പാത്രം കഴുകണം, മീൻ വെട്ടണം, തുണി അലക്കണം, വെള്ളം കോരണം, അങ്ങനെ എന്തെല്ലാം പണി. ഇതെല്ലാം പോട്ടെ, സംശയം. എന്റെ പൊന്നപ്പോ, ഇതേപോലൊരു സംശയ രോഗി വീട്ടിലൊരു പിച്ചക്കാരി വന്ന അവളെ എന്നെയും കൂടെ ചേർത്ത് വെച്ച് പറയും. ഞാൻ ഈ ഇടയ്ക്ക് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് തോട്ടി പോയപ്പോ ഒരു ഞണ്ട് എന്റെ കാലി കടിച്ച്. അപ്പൊ ഇവള് പറയാ, ഞണ്ട് ഞാനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു, എടി അത് ഞണ്ടാണ് കടിച്ചതെന്ന് പറഞ്ഞപ്പം ഞണ്ട് കടിച്ചെങ്കിൽ അത് പെൺഞണ്ടായിരിക്കുമെന്ന്. അപ്പൊ ഞാൻ ഏതിരി നിങ്ങൾ അറിയുന്ന ആരും ഞാൻ പറഞ്ഞിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഞാനിവിടെ കിടന്ന പിന്നെ ഇപ്പൊ കാണിച്ചരാം, ഇപ്പൊ കേൾപ്പിച്ചരാം. മീനേ, യാതൊരു വിലയില്ല, വിളിച്ചാൽ വരൂല. എന്റെ നമ്പർ ഉണ്ടാ കയ്യില്? ഉണ്ടാ? എന്റെ നമ്പറിലൊന്ന് വിളിക്കോ പ്ലീസ്. കണ്ട സംശയം, ഏതവളാ വിളിച്ചെന്ന് ഞാൻ പറഞ്ഞ വിശ്വസിച്ചില്ല. ഇപ്പൊ മനസ്സിലായി. ഇത് കണ്ട, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. ഇവിടെ കുറെ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. നിങ്ങൾ ആരെല്ലാം കിടന്ന് വിളിക്കണ? നിനക്ക് എന്തിന്റെ കേടാണ്? എന്നെ അറിയാന്നുള്ള ഒരാളാണ് വിളിച്ചത്. അറിയണല്ലോ. ഹലോ, ആരേത്? അല്ല, ഞാൻ നസീർ സംക്രാന്തിയാണ്. നമ്മളാരാണ്? ഞാൻ മീനയാണ്. ഇത് എവിടെന്നാ വിളിക്കണ? ഞാന് നമ്മുടെ വീട്ടിൽ നിന്നാ. സുഖമായിട്ടിരിക്കണ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ എന്നെ സംശയിച്ചിട്ട് എന്താ കാണിക്കുന്നത്? ജസ്റ്റ് ഒന്ന് വിളിക്കാൻ പറഞ്ഞപ്പോ അങ്ങ് തൊള്ളി കയറി പോവാനല്ലേ? എന്റെ ഒടുക്കത്തെ സംശയമാണ് ഇതിന് മൊത്തം കാരണം കേട്ടാ. അയ്യോ, എങ്ങനെ നിങ്ങളെ സംശയിക്കാതിരിക്കും? ലോകം മുഴുവനുമുള്ള പെണ്ണുങ്ങളായിട്ട് മുഴുവൻ ഇയാൾക്ക് ബന്ധമുണ്ട്. ആവശ്യമില്ലാതെ പറയല്ലേ. നിങ്ങൾ കഴിഞ്ഞ ദിവസം കുറെ പെണ്ണുങ്ങളായിട്ട് ഇറങ്ങാൻ പോയതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അത് സ്കൂളിൽ പഠിച്ച പിള്ളേരെല്ലാം കൂടെ റീയൂണിയൻ കൂടിയതാണ്. ഇതെന്തോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബെല്ലടിക്കുമ്പോ പോലും ക്ലാസ്സിൽ കയറാണ്ട് നടന്നവരാണ്. എന്നിട്ട് പെണ്ണുങ്ങളായിട്ട് കറങ്ങാൻ പോയൊക്കെ വല്ല അറിവും ബോധമുള്ളവർ ഈ പരിപാടിക്ക് നിൽക്കുക. അറിവും ബോധത്തെ കുറിച്ച് നീ എന്റെ അടുത്ത് സംസാരിക്കരുത്. അതുകൊണ്ട് പറയല് കേട്ടോ. വലിയ അറിവുള്ള കുടുംബമാ. കല്യാണം കഴിഞ്ഞ് 3-ന്റെ അന്ന് ഇവൾ അച്ഛൻ, അയ്യോ മോളെ കാണാതിരിക്കാൻ പറ്റത്തില്ല. നേരെ വീട്ടിലോട്ട് വന്നിട്ട് നേരെ കുറച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോൾ നേരെ നമ്മൾ ബാത്റൂമിൽ കയറി അടച്ചതും ഒരു നിലവിളിയും ഒരു അലർച്ചയും. എന്റെ പൊന്നപ്പോ എന്ന് പറഞ്ഞാൽ ഓടിച്ചത് വാതിൽ ചവിട്ടി തുറന്നപ്പോ ഉടുത്തിരുന്ന മുണ്ടിനെ അഴിച്ച് യൂറോപ്യൻ ക്ലോസത്തിൽ ഞാൻ ചുറ്റി വെച്ചിട്ട് ഇടിക്കുക. എന്താന്ന് ചോദിച്ചവൻ പറഞ്ഞപ്പോ, വെള്ള പന്നി കയറി ഇരിക്കണം നീനകത്ത്. ഇപ്പതാ പിങ്കളാദേവൻ കൈ കെട്ടിത്തൂക്കി ഇട്ടോണ്ടിരിക്കും പോലെ ഇങ്ങനെ കൊണ്ട് നടക്കാണ്. തൃപ്തിയായ നീ അതുകൊണ്ട് അറിവുമ്പോഴത്തെ കുറിച്ച് എന്റെ അടുത്ത് പറയരുത്. നിങ്ങൾ അതും പറഞ്ഞ കൊച്ചാക്കാൻ നിൽക്കൊന്നും വേണ്ട. നിങ്ങൾ ഭയങ്കര ചാറ്റിംഗ് ആണല്ലാണ്ട് പെണ്ണുങ്ങളായിട്ട്. ഞാൻ നിന്നെ മാത്രമേ മെസ്സേജ് അയക്കുള്ളൂ, നിനക്ക് മാത്രം. എനിക്ക് മാത്രം? നിനക്ക് മാത്രമേ. കള്ളത്തരം പറയല്ലേ ചേട്ടാ. എന്റെ പൊന്നു മീനെ, ഞാൻ നിനക്ക് മാത്രമേ മെസ്സേജ് അയക്കൂ. കള്ളത്തരമാണ് ഈ പറയണ. വാവച്ചിക്ക്, രേഷ്മക്ക്, ഗ്രീഷ്മക്ക്, ഈ 3 പെണ്ണുങ്ങളോട് നിങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ട്? ഇല്ലാന്ന്. ഞാൻ നിനക്ക് മാത്രമേ മെസ്സേജ് അയക്കൂ. ഈ പറയണ 3 പെണ്ണുങ്ങളുടെ പേരിലും ഫേക്ക് ഐഡി ഉണ്ടാക്കിട്ട് ഇയാളോട് ചാറ്റ് ചെയ്യണം ഞാൻ. അറിയാമോ? അതല്ലേ ഞാൻ പറഞ്ഞ, ഞാൻ നിന്നെ മാത്രമേ ചാറ്റ് ചെയ്യുള്ളൂ. അതെങ്ങനെയാ നിങ്ങൾ ഇവളുമാരോട് ചാറ്റ് ചെയ്യുമ്പോ എന്നോട് ചാറ്റ് ചെയ്യണ എങ്ങനെയാണ്? ഈ 3 പേരെ പേരിലും ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് എന്നെ മെസ്സേജ് ചെയ്യുന്ന ആരാ? ഞാൻ മെസ്സേജ് അയക്കുന്ന കിട്ടുന്ന ആയിരിക്കാം. എനിക്ക്
അതല്ലേ ഞാൻ പറഞ്ഞ ആദ്യമേ ഞാൻ തന്നെ മാത്രമേ ഉമ്മ എന്നെ കിടന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടി. ഞാനേ ആ. ഓട്ടെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു തന്നെ? കേട്ടോ. വായോട് നീ കാര്യം ചെയ്യ്, ചെന്നൊരു ചായ എടുത്തോളാം. ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ ഒരു കടി വാങ്ങിച്ചോണ്ടിരാം കഴിക്കാം. കടിയാ ഇപ്പൊ കടി മേടിക്കാൻ പോണ്ട. കോളേജ് വിടുന്ന നേരം ഈ സമയമാകുമ്പോ നിങ്ങൾക്ക് ചായ കടി തിന്നാൻ തോന്നുന്നു എനിക്ക് പോകുന്നില്ല നീ ചായ എടുത്തോട്ടോ. ഞാൻ ചായ പോയിട്ടോ പോയിട്ടോ ആ. എന്റെ പൊന്നുഗിരി ഇതെന്തൊരവസ്ഥയാടാ. ഇതാരാ ഈ സമയത്ത്? അയ്യോ അയ്യോ എന്റെ പൊന്നപ്പോ ചഞ്ചൽ വിളിക്കുന്നേ. വിളങ്ങാനും വരുവോ? ഹലോ ചഞ്ചലേ, എടി ഈ സമയത്ത് വിളിക്കല്ലേ. പെണ്ണും പിള്ള വീട്ടിലുണ്ട്. ഞാൻ ഒരുവിധം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്താ നീ ഞാനുമായിട്ടുള്ള ബന്ധം ഇനി ഇല്ല. നീ വെച്ചോ, കട്ട് ചെയ്തോ. ഉമ്മ തന്നാ കട്ട് ചെയ്യാന്ന്. ഉമ്മ രണ്ടുമ്മേ. ഉമ്മ ഉമ്മ ഓക്കെ ഉമ്മ. ഓ എല്ലാം പറഞ്ഞോലോ ഉമ്മ. ഓ ഉമ്മ വെച്ചോ ഉമ്മ. ഓക്കെ ഉമ്മ ഓക്കെ. ആർക്കും ഉമ്മ കൊടുത്ത്? അതെ, മലപ്പുറത്തുള്ള എന്റെ ഒരു കൂട്ടുകാരുണ്ട് ബഷീർ. അവന്റെ ഉമ്മയാണ് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ രണ്ടും കൊടുത്താർക്ക്? അവന്റെ അച്ഛൻ രണ്ട് കെട്ടി, അതാണ് രണ്ടും ഉമ്മ. നിങ്ങളുടെ കള്ളത്തരം നിങ്ങളുടെ കയ്യിൽ വെച്ചേ. എവിടെ എവിടെ ഞാൻ നോക്കട്ടെ. ബഷീർ എടി അത് നെറ്റ് കോളായിരുന്നു. നെറ്റ് കോള് നൈറ്റ് കോൾ ഉണ്ട്. ഞാൻ ഉറങ്ങണേന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നൈറ്റ് കോൾ ചെയ്യണൊക്കെ എനിക്കറിയാം ചേട്ടാ. നിങ്ങൾ എനിക്ക് വിശ്വാസമില്ല. ഒന്ന് പോയോ? എന്നാ പിന്നെ നീ ഈ ഫോൺ നിന്റെ കയ്യിൽ വെച്ചേ. ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം. എനിക്ക് ഇവിടെ അടുക്കളയിൽ ഇഷ്ടംപോലെ പണിയുണ്ട്. അല്ല പിന്നെ ഫോൺ നിന്റെ കയ്യിലിരിക്കുന്നു. നിന്റെ കയ്യിലിരിക്കുന്നു ഫോൺ നിന്റെ കയ്യിൽ. ഹലോ ഹലോ ആരാണ് നീ? ആരാണ് നീ? അയ്യോ തൊണ്ടയിൽ കിച്ച് കിച്ച്, അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഫീമെയിൽ വോയിസ് ആയത് പോയിട്ടോ. ഗിരിയുടെ വീടല്ലേ? അതെ. ഗിരിയുടെയിലൊന്ന് കൊടുത്തു. ഞാൻ തന്നെ പറഞ്ഞോളൂ. ആരാണ്? ഇങ്ങോട്ടൊന്നും പറയണ്ട. അതായത് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കിഡ്നാപ്പറാണ് സുശീലൻ. പറ സുശീല. നിങ്ങളുടെ മകനെ ഞാൻ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. 1,00,000 രൂപ എന്താ തിരിച്ചു കൊണ്ടാക്കാം. അയ്യോ അയ്യോ എന്റെ മോനെ ആരോ തട്ടിക്കൊണ്ടുപോയേ. നമ്മുടെ കൊച്ചി തൊട്ടി കിടന്നുറങ്ങണ്ടല്ലോ. അല്ല നമുക്ക് മോനല്ലല്ലോ മോളല്ലേ. അതാണ് ഞാനും ആലോചിക്കുന്നത്. പിന്നെ പിന്നെ അപ്പൊ നിങ്ങൾക്ക് വേറെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടായാലും ഒരു മോനുണ്ടല്ലോ. ആവശ്യമില്ലാത്ത പറയല്ലേ നീനെ. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞാണ്. എന്റെ പൊന്നെ എടാഗിരി, നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നാടാ. ആരായിരിക്കും? ഒന്ന് വിളിച്ചു നോക്കാം. ഈ നമ്പറിൽ തിരിച്ചു വിളിക്കാം. ഹലോ ഹലോ. ഇപ്പൊ ഇങ്ങോട്ട് കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ ഉണ്ടായിരുന്നല്ലോ. അയ്യോ സോറി, നമ്പർ മാറിപ്പോയതാണേ. എടാ പട്ടി, നീ ഈ നമ്പർ മാറി വിളിച്ച കാരണം എന്റെ കുടുംബം ഇവിടെ തൊലഞ്ഞ് അവള് പിണങ്ങി പോവാൻ നിൽക്കുക. എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഇത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ നിന്റെ പേരെഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എനിക്കറിയാം വന്ന ചില്ലറ വല്ലതും തരുവോ? ചിന്തിക്കടേ, എന്റെ കുടുംബമാണ് എനിക്ക് വരുന്നത്. നിനക്ക് ഞാനൊരു 10,000 രൂപ തരാം. നീ വാ. 10,000 തരുന്ന ഉറപ്പാണോ? തരുവന്ന്. 10,000 രൂപ കുറവാണ്. കുറയ്ക്കണോ? അല്ല കുറയ്ക്കണ്ട, 10,000 രൂപ ഫിക്സ്. അതാ വാ. പണികളെല്ലാം ഏതെല്ലാം വഴിയടാ ഗിരി നിനക്ക് വന്ന് കേറുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നു? വല്ല കാര്യം ഉണ്ടായിരുന്നു? ഹലോ ഹലോ. മനസ്സിലായി കാണും. മാജിക്കാരനാണോ? മാജിക്കാരനോ? ഒരു കിഡ്നാപ്പറെ നോക്കിടി. ഐ ആം കിഡ്നാപ്പർ. ട്രാജഡി കിഡ്നാപ്പർ. ട്രാജഡിയാ? എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറയാ ട്രാജഡി കിഡ്നാപ്പർ. എന്നാ പിന്നെ കുറച്ച് സങ്കടങ്ങൾ പറഞ്ഞ കേക്കട്ടെ. പിന്നെ കണ്ണി കണ്ടവന്റെ അടുത്തൊക്കെ സങ്കടം പറയാൻ നിൽക്കലും. വെടിവെക്കല്ലേ വെടിവെക്കല്ലേ എന്നെ വെടിവെക്കല്ലേ. ഉണ്ടയില്ലാത്ത തോക്കിന്ന് എങ്ങനെ വെടിവെക്കും? ഇല്ലേ? അതല്ലേ പറഞ്ഞ ട്രാജഡി കിഡ്നാപ്പർ. ഈ ഉണ്ടയില്ലായ്മ ഒരു ട്രാജഡിയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ട്രാജഡി ഇത് നിങ്ങൾ ഇവിടെ ഈ ഫോൺ വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത കൊട്ടേച്ചോട്ട് അവള് പിണങ്ങിപ്പോവാൻ നിൽക്കുകയാണ്. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. തീരുമാനം ഉണ്ടാക്കാം. പെണ്ണുപിള്ളയെ വിളിക്കൂ. നിങ്ങൾക്ക് അറിയത്തില്ല, അവർക്ക് ഭയങ്കര സംശയമാണ്. സംശയമുണ്ടോ? സംശയം ഇപ്പൊ പല കുടുംബത്തിലുണ്ട്. ഈ സംശയം എന്ന് വെച്ചാ സ്ലോ പോയിസൺ ആണ്. അവന്മാരാണ് ഇതിന്റെ പിന്നില്. സ്ലോ പോയിസൺ അതെന്താ എന്ന് വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ അയ്യോ തെറ്റിക്കില്ലേ? കുടുംബത്ത് കുടുംബം നശിക്കും. ഓ അതാണാ പറഞ്ഞു. അതല്ലേ അങ്ങനെ അല്ലടേ. ഇവള് രാവിലെ ശാന്തയും വൈകുന്നേരം കോപക്കാരിയാണ്. അറിയുവോ? എന്തോന്ന്?
രാവിലെ ശാന്തയുടെ കൂടെയും വൈകുന്നേരം ഏതോ ഗോവക്കാരിയുടെ കൂടെയും. ഓടാ ഭ്രാന്താ. എടാ അവള് രാവിലെ ശാന്ത സ്വഭാവം, വൈകുന്നേരം കോപമാണ്, ദേഷ്യം ദേഷ്യം മാത്രമല്ല വാശിയും കൂടെ ഉണ്ട്. വാശിയുണ്ടോ? ഭയങ്കര വാശിയാ. എന്ത് വാശിയാണ്? ഞാനും ഇവളും കൂടി ബെഡ്റൂമിൽ കട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു. നമ്മളെ കുഞ്ഞ് ഇടയിൽ വന്ന് കയറി കിടന്നു. ഇവളീ വാശിക്ക് 4 ദിവസമാണ് ആ കൊച്ചിന്റെ തൊട്ടിൽ കയറി കിടന്നത്. ദൈവമേ, അത്രയ്ക്ക് വാശിയല്ലേ? ആണോ? പിന്നെ പെണ്ണും പിള്ളയെ വിളി. പെണ്ണും പിള്ള അങ്ങനെ വിളിച്ചാ വരത്തില്ല. അവള് ഞാൻ പറഞ്ഞല്ലോ, എന്റെ നമ്പർ കയ്യിലുണ്ടോ? പിന്നെ ആ നമ്പറിലല്ലേ വിളിച്ചത്? ഒന്ന് വിളിച്ചു നോക്ക്. ഒരു മിനിറ്റ്. വിളി. കാണാം. ഞാൻ വീട്ടിൽ പോണെന്ന് പറഞ്ഞപ്പോ പെണ്ണുങ്ങള് സുശീല. ഏതാണ് നീ? ആരാടി സുശീല നീ? ഇതാണ് സുശീല. സുശീല അല്ല, സുശീൽ കുമാർ. ഇതാരാണ്? ഇതാണ് നേരത്തെ വിളിച്ചത് പുള്ളി. ഹലോ, 10,000 പറഞ്ഞു. ഏതാണ് ഈ ബാബു? പടത്തിന് മേലെ ഞാനൊരു കുതിരയെ പോലെ പായും. ബാബുനെ ഫീർ ചെയ്യാൻ പറഞ്ഞു. ആ കുതിര ഞാൻ ഈ കാലം അടിച്ചോടിച്ച് ഇന്ന് കളയും. നീ ഇതൊന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്ത് എന്റെ കുടുംബം. പെങ്ങളെ, ഞാൻ നമ്പര് മാറി വിളിച്ചതാണ്. അങ്ങനെ വന്ന ഈ സഹോദരൻ ഒരു പാവമാണ്. ആ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ പറഞ്ഞാണ്, ഇയാളെ അല്ല ആണെന്ന്. സത്യം ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ. ഈ പുള്ളിക്ക് നമ്പർ മാറി ഇവിടെ കോൾ വന്നതാണ്. പാവം പിടിച്ചവനാണ് നിങ്ങൾ. അത് ഇവിടത്തെ കൊച്ചല്ല, നിങ്ങൾ സ്നേഹിക്കൂ. അതെ ചേട്ടാ തെറ്റിപ്പോയി. അയ്യോ, എന്നാലും അല്ല പിന്നെ അത് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത്. കൊച്ചെന്ന് പറഞ്ഞ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് ആ സ്കൂളിന്റെ അവിടെ ഇല്ലേ, അവിടുത്തെ ഒരു കുട്ടിയാണ് ഞാൻ തട്ടിക്കൊണ്ടുപോയത്. സ്കൂളിന്റെ അവിടുത്തെ ഏത് വീട്ടിലെ കൊച്ചി? അവിടെ ഒരു 2 നില വീടുണ്ടല്ലോ, ആ പനേരക്കര താഴെ, ആ വീട്ടിലെ കൊച്ച്. അപ്പൊ ചഞ്ചലിന്റെ കൊച്ചി. ചഞ്ചലിന്റെ കൊച്ചി. ചഞ്ചലേതാണെന്നറിയാമോ? ഇയാളെ കൂടി സ്കൂളിൽ പഠിച്ചാണ് 10ാം ക്ലാസ് വരെ പൊരിഞ്ഞ പ്രേമൊന്നും നടന്നില്ല. വെറുതെ അല്ല, ഇവൻ നിങ്ങളുടെ നമ്പർ എടുത്ത് നിങ്ങളുടെ ഗിരി എന്നുള്ള പേരും പറഞ്ഞ് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി. എന്നാലും ചേട്ടാ, നിങ്ങൾ ഈ ചതി എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് മതിയായി ജീവിതത്തിൽ. ഞാൻ എന്റെ വീട്ടിൽ കൂടെ. ഇത് KTV ആണ്, നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടം. വന്നേ ഇരിയട്ടന്റെ സെറ്റപ്പ്. ഏതാണ് ചഞ്ചൽ? എടാ നീ എന്റെ കുടുംബം തൊലയ്ക്കാൻ വന്നതാണ്. എന്താണ്? എടാ നീ ഇതൊരു ചെറിയൊരു വാക്കിൽ തീർക്കാനുള്ളത് ഇപ്പൊ ഡിവോഴ്സിൽ കൊണ്ടുവച്ചാലാ. 10,000 രൂപ ഞാൻ മാറ്റി പറഞ്ഞില്ലേ? 10,000. എടാ ഇതിനെ എങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്യണ്ടേ? വിളിക്കൂ, പെണ്ണുമ്പളെ വിളിക്കൂ. ദൈവമേ, വിളിക്കൂ. ഇതേ വഴിയുള്ളൂ, വേറെ വരൂല. ഹലോ, ആരാടി നീ? സുശീൽ കുമാർ. കട്ടി ചെയ്യുവാനാണ് നിന്നെ ഇങ്ങോട്ട് എന്താണ് ചെറുക്കം? നിനക്ക് എന്താണ്? ഇല്ലല്ലോ, ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം പറയട്ടെ. അതായത് പെട്ടെന്ന് എനിക്ക് പറഞ്ഞപ്പോ തിക്കട വിട്ടുപോയത്. സ്കൂളിന്റെ അവിടത്തെ ഞാൻ കള്ളം പറഞ്ഞതല്ലേ? സത്യം പറഞ്ഞ ഞാൻ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയത് കോട്ടയത്ത് ഒരു കൊച്ചിനെയാണ് ഞാൻ തട്ടിക്കൊണ്ട് വന്നത്. ഈ മനുഷ്യൻ പാവം 10,000 രൂപ. സത്യം ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. നിന്റെ സംശയമാണ് ഇതിന് മൊത്തം കാരണം കേട്ടോ. ഇയാളെ കോട്ടയത്ത് ഒരു ചായക്കട എപ്പോഴും പഠിക്കുമോ? കോട്ടയത്ത് ചെന്ന കൊച്ചാളെ വേറെ പെണ്ണില് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണം. ഞാൻ നീ തട്ടിക്കൊണ്ടുപോയി ആരെങ്കിലും? തട്ടിക്കൊണ്ടുപോയി ഞാൻ കാണിച്ചു തരാം. താണ്ടി ഇതാണ് ഫോട്ടോ. അയ്യോ, അതേ കണ്ണ്, അതുപോലത്തെ മൂക്ക്, ഈ പല്ലിന്റെ വീട് വരണ്ട്. അപ്പൊ ഇത് ആക്കട കൊച്ചന്നെ. അതാണ് കോട്ടയത്തെ കൊച്ചപ്പ്. കറക്റ്റായി ഞാൻ പറഞ്ഞു. എനിക്ക് മതിയായി, എനിക്ക് മടുത്ത്. ഞാൻ എന്റെ തുണിയൊക്കെ എടുത്ത് ഞാൻ പോകും. ഗിരിയേട്ടൻ എന്താ ഗിരിയേട്ടന്റെ സെറ്റപ്പ്? എന്ത് സെറ്റപ്പ്? കോട്ടയത്ത് എന്താണ് ഗിരിയേട്ട സെറ്റപ്പ്? കോട്ടയത്ത് നിന്റെ എടാ എന്റെ വായിരിക്കണ കേക്കരുത്. ഇത് എന്താണ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത്? ഇതിപ്പോ കുരുവായല്ലേ? കിട്ടാൻ വേണ്ടി പറഞ്ഞല്ലേ? അവളിപ്പോ ചാവോന്നും പറഞ്ഞു പോയി. നിനക്കറിയാവോ? ഒന്നുകൂടി വിളിക്കാം. വിളി അല്ലെങ്കിൽ അത് വിളിച്ചിട്ട് വാ. ഹലോ, വീണ്ടും സുശീൽ. എടി ഇതിനാദ്യം ഒരു തീരുമാനം ഉണ്ടാക്കി ക്ലിയർ ചെയ്തിട്ട് നീ പോയാ. ഞാൻ പറയാം. സഹോദരി 3 തവണ തെറ്റിയതാണ്. കോട്ടയത്തല്ല, മദ്രാസിലൊരു കൊച്ചിനെയാണ് തട്ടിക്കൊണ്ട് വരുന്നത്. ഇയാള് പാവം. നീ വന്നേ. ഇതെവിടുത്തെ കൊച്ചെന്ന് പറഞ്ഞു? ഇതെവിടുത്തെ കൊച്ചെന്ന് പറഞ്ഞു? മദ്രാസ്. നീ വാ, മാറിയില്ലേ? എന്താ? എടി ഇതെന്റെ കൊച്ചല്ല, ഇതെന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ എവിടെന്നോ ഒപ്പിച്ചും കൊണ്ട് ഇവൻ വന്നിരിക്കുക. ഇത് നോക്കി. ഇതെന്റെ കൊച്ചല്ല, ഇത് എന്റെ ചെറുതിലല്ല, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുള്ള ഫോട്ടോയാണ്. അതല്ലാതെ ഇവൻ പറയും പോലെ അങ്ങനെ ഒരു സംഭവം ഇല്ല. നീ എവിടത്തെ കിഡ്നാപ്പറാ? നീ ഇതൊന്ന് ക്ലിയർ ചെയ്യടാ. ഇത് ഞാനല്ലെന്ന് പറഞ്ഞ് മനസ്സിലായി. എനിക്ക് ഞാൻ വാട്സാപ്പിലെ പ്രൊഫൈൽ ഇല്ലേ, അത് AI-ലിട്ട് ചെറുതാക്കിയതാ. ഇങ്ങനെ ചെറിയ ഉടായ്പകളൊക്കെ കാണിച്ചാൽ നിനക്ക് ഏകദേശം മനസ്സിലായല്ലോ. നീ ആരെന്നാ പറഞ്ഞത്? കിഡ്നാപ്പർ. നീ കിഡ്നാപ്പർ അല്ല, വെറും ക്നാപ്പർ. അടിപൊളി.
ഹായ് ഗിരിയേട്ടൻ, എന്താ സെറ്റപ്പ്? അടിപൊളിയായിരുന്നട്ടാ. ഗിരിയേട്ടൻ സെറ്റപ്പ് എന്താണെന്ന് ഇവരോട് ചോദിച്ചോക്കാം. പ്രസാദേട്ടാ എന്താണ്? ഗംഭീരം സൂപ്പർ. നമ്മൾ തലകുത്തി മറിഞ്ഞു കിടന്ന് ചിരിച്ചു. ഞങ്ങൾ മാത്രമല്ല, ഓഡിയൻസ് എല്ലാം ഭയങ്കര ചിരിയായിരുന്നു. നല്ല കൺസെപ്റ്റാണ്, നല്ല പെർഫോമൻസ് ആയിരുന്നു തുടക്കം മുതൽ അവസാനം വരെ. അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ആ ഫോട്ടോ നോക്കി കരയുന്ന സീൻ മുതൽ തുടങ്ങി. അവിടെ നിന്ന് ഇവരോട് ചോദിക്കുന്നു, ഇവർ മറുപടി പറയുന്നു. ആ കൺസെപ്റ്റ് തന്നെ ഉഗ്രൻ കൺസെപ്റ്റായിരുന്നു. കണ്ടോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ദീപ്തിയുടെ ഓട്ടം ഭയങ്കര ഓട്ടമാണ്. അത് ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ ഓട്ടം അല്പം ഇന്നും കുറയും നിർത്തു. സ്പീഡ് ഒട്ടും കുറഞ്ഞിട്ടില്ല, ഉഗ്രൻ ഓട്ടമായിരുന്നു. അത് എല്ലാം ഏത് പോർഷനാണ് നമുക്ക് ഒരു അല്പം വീക്കായി പോയി, ആ ഏരിയ ഇത്തിരി കുറഞ്ഞു പോയി എന്ന് പറയാൻ ഒരു ഏരിയ ഇല്ല. എല്ലാ ഏരിയയും ഗംഭീരമായിരുന്നു. ഇങ്ങനെയുണ്ടോ സംശയം? സംശയം. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഇതിനപ്പുറം ഇനി ഈ ഒരു സ്കിറ്റ് കുറച്ചുകൂടെ നന്നായിട്ട് ഇങ്ങനെ കളിക്കാമായിരുന്നു, അങ്ങനെ കളിക്കാമായിരുന്നു എന്ന് പറയാനായിട്ട് എനിക്ക് വാക്കുകളില്ല. അത്ര പെർഫെക്റ്റ് ആയിരുന്നു നിങ്ങളുടെ മൂന്നുപേരുടെയും കളി, പെർഫോമൻസ്. എല്ലാവരും നന്നായിട്ടുണ്ട് കേട്ടോ. ദീപ്തി കസറി കേട്ടോ, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നസീർക്ക പറ. നല്ല സംഭവമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അത് തമാശയിലുപരി നിങ്ങളുടെ കളിയുടെ ഫാസ്റ്റായിരുന്നു, ടെമ്പോ ഭയങ്കരമായിരുന്നു. കാര്യം ഒരിടത്തും നമുക്കൊരു ജെർക്ക് വരുന്ന രീതിയിലുള്ള പ്ലേ അല്ലായിരുന്നു. നല്ല ഫാസ്റ്റായിട്ട് എന്തായിരുന്നു ത്രെഡ്, ആ ത്രെഡിന് ഏത് രീതിയിൽ പ്ലേ ചെയ്താൽ അത് വർക്കൗട്ട് ആവും നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് നിങ്ങളിത് കളിച്ച് ഒപ്പിച്ചത്. അത്ര ക്ലിയർ ആയിട്ടാണ് നിങ്ങൾ മൂന്ന് പേരും. നല്ല രസമായിരുന്നു. സുധീഷേ, നല്ല രസമായിരുന്നു കേട്ടോ, ഗംഭീരമായി. കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഞാനിവിടെ ഇല്ലായിരുന്നു, പക്ഷെ ഞാനത് കണ്ടായിരുന്നു. ഗംഭീരമായിട്ട് വരുന്നുണ്ട് സുധീഷ്. ഈ ലെവലിൽ തന്നെ മുമ്പോട്ട് പോകണം. ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ തിരഞ്ഞെടുത്താൽ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അങ്ങനെ തിരഞ്ഞെടുക്കുക, ഗംഭീരമായിട്ട് ഇടിച്ചിടിച്ച് വീണ്ടും കയറി വരിക. കാര്യം കയറി വന്നവരാണ്, ഇടയ്ക്ക് ഒരു ചെറിയ ഉഴപ്പൊക്കെ കാണിച്ച് നേരെ ബാക്കിലോട്ട് പോയതാണ്. വീണ്ടും കയറി വരുന്നതിൽ ഒരുപാട് സന്തോഷം. നല്ല രസമായിരുന്നു. മൂന്ന് പേരുടെയും ഐക്യമായൊരു പ്ലേ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ചിരിയിലുപരി നമുക്ക് ഒന്നിനും ടൈം തരുന്നില്ല. നിങ്ങൾ അത്ര ഫാസ്റ്റായിട്ട് ഈ സാധനം കൊണ്ടുപോവുകയാണ്. സ്പീഡ് തന്നെയാണ് ഈ കളിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. മൂന്ന് പേരും ഗംഭീരമായിരുന്നു, നല്ല ത്രെഡായിരുന്നു, അതിമനോഹരമായിട്ട് നിങ്ങളത് അവതരിപ്പിക്കുകയും ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. കാരണം ഈ പറന്ന് കളിക്കാന്നൊക്കെ പറയൂലേ, അതായിരുന്നു ശരിക്കും. നിങ്ങൾ ശരിക്കും എയറിൽ നിന്നാ കളിച്ചേട്ടാ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എഡിറ്റഡ് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയൂലേ, ഇത് ഇതിനകത്തിന് കളയാനൊന്നുമില്ല എന്ന് തോന്നുന്നു. അളന്നു തൂക്കിയാണ്. അതന്നെ, അളന്നു തൂക്കി നല്ല. അതല്ല, എനിക്ക് കളിച്ചതിൻ്റെ ഒരു മനോഹാരിതയുണ്ട് നിങ്ങൾക്ക്. ഭയങ്കര രസമായിരുന്നു. കാരണം ആരെങ്കിലും ഒരാൾ താന്നു കൊടുക്കണ്ടേ. ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ നല്ല റേഞ്ചിൽ കളിച്ച് വെച്ചാക്കണടുത്ത് നിങ്ങൾ സ്ലോവിലാണ് വന്നത് അല്ലേ? സുധീഷ് വന്ന് വളരെ സ്ലോവിലാണ്. പക്ഷേ പെർഫോമൻസ് തുടങ്ങിയിട്ടുണ്ടല്ലോ, ഈക്വൽ കട്ടക്ക് പിടിക്കാന്ന് പറയില്ല, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഒന്നും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലല്ലായിരുന്നു, എല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലും ഭയങ്കര 100 എന്നുള്ള ടെമ്പോലാണ് കളിച്ചത്. അതാ ചില സ്കിറ്റുകൾ നമ്മൾ പറയുമ്പോൾ ഇത് കണ്ടിരുന്നങ്ങ് പോകും. ഇതിനകത്ത് തമാശകളുണ്ടായിരുന്നു, ഒരു ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നില്ല, നല്ല ലെവലായിട്ട് നല്ല ഹൈ പിച്ചിൽ പോയിരുന്നു. മൂന്ന് പേരുടെ പാർട്ട് കിടുക്കനാക്കിയേട്ടത്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദീപ്തിയുടെ വരവുണ്ടല്ലോ, ആ വരവിൽ തന്നെ കോമഡി. ഇത് ഒരു രോഗമാണെന്നാ തോന്നണത് ഇങ്ങനല്ലേ? അതെ അതെ അതെ, രോഗം തന്നെ. ഇത് രോഗമാണ്. കാരണം കൂടെ നിൽക്കുന്ന ആൾക്കും പിടിക്കും ഈ രോഗം. രോഗമല്ല, ഈ പുള്ളി വിളിക്കുന്നുണ്ടാ. അല്ല, കൂടി അല്ല, പുള്ളി ഉടായിപ്പാണ്. പുള്ളിക്ക് വേറെ കോള് വരുന്നുണ്ട്. ഒരുമ്മ കൊടുത്ത് രണ്ടുമ്മ കൊടുക്കണ്ട്. അതാണ് പുള്ളി ബബ്ബാവുന്നത്. ശരിയാണ്. അങ്ങനെ രോഗാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവും അല്ലേ? തമാശകൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, തമാശകൾ കുറേ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കളി അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. കളി ക്ലൈമാക്സിലോട്ട് അടുത്തതും ടേക്ക് ഓഫും കാര്യങ്ങളും എല്ലാം നല്ല പഞ്ച് സാധനമായിരുന്നു. പിന്നെ ഗിരിയേട്ടൻ അത് ഇടക്കിടക്ക് ഇടണുള്ളെങ്കിലും നല്ല രസമുണ്ടായിരുന്നത്. ഗിരിയേട്ടൻ ഇയാളൊരു തൽപര കക്ഷിയാണ് കേട്ടാ. പുള്ളിക്കടെ എന്തൊരു കൊട്ടത്തെന്താ പരിപാടി. അല്ല, ഞാനത് ആലോചിക്കുവായിരുന്നു, എൻഡില് ഒരു കോളൂടെ വരായിരുന്നു, എന്റെ ദീപ്തിയിലേക്ക് ഇടായിരുന്നു. എന്നിട്ട് നമുക്ക് അത് സെക്കൻഡ് പിടിക്കായിരുന്നു. റോപ്പ് കിടപ്പുണ്ട് അവിടെ, സംശയം നേരെ തിരിഞ്ഞേ. അതെ, എന്തായാലും നിങ്ങൾ ഭയങ്കരമായിട്ട് കളിച്ച് കയറ്റിയ സ്കിറ്റാണ്ടത്. എന്തായാലും 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. ഉഗ്രനായിരുന്നു, അടിപൊളി. നമുക്ക് എന്തായാലും ഇതിന്റെ മാർക്ക് എത്രയാന്ന് നമുക്കറിയാം. ഓക്കെ, പ്രസാദ് ചേട്ടാ. ഞാൻ 25. ഓ, ഞാൻ ഒട്ടും കുറക്കൂല, 25,000. അപ്പൊ ഞാൻ അറിഞ്ഞു കൂട്ടി അങ്ങ് തരാം. കൊടു സുധീഷേ,
മനസ്സ് തുറക്ക് കുറെ ആയല്ലോ. മനസ്സ് തുറന്ന് പറ എന്താണ്. രണ്ട് ഉമ്മ കേട്ടോ ഞങ്ങളുടെ വക. മനസ്സ് തുറന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ 2-3 എപ്പിസോഡിലും പറഞ്ഞു. അപ്പൊ 2-3 എപ്പിസോഡായിട്ടൊന്നും കുറച്ചുകൂടി റേഞ്ച് കയറി സ്കിറ്റ് കളിക്കാം. അപ്പൊ നമ്മള് മാക്സിമം നമ്മുടെ അർജുനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു കയറുന്നതിന്. ഇപ്പൊ ഇത് ഈ സ്കിറ്റ് കയറുന്നതിന് മുമ്പ് വന്ന് പറഞ്ഞായിരുന്നു നല്ലപോലെ കളിക്കണം. കാരണം കുറച്ച് മുമ്പ് ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3-4 സ്കിറ്റ് കയറിയായിരുന്നു. അപ്പൊ ഇതും കയറ്റണമെന്ന് പറഞ്ഞു. നല്ല രീതിയിൽ കളിച്ച് അങ്ങനെ അത് വാക്ക് കൊടുത്തു. ആ ഉത്തരവാദിത്വം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു. പിന്നെ സ്ക്രിപ്റ്റിന് നമ്മളിപ്പോ കുറച്ചുകൂടി ടൈം എടുത്ത് ഒരുപാട് ടൈം സ്ക്രിപ്റ്റിന് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തു. കാണുന്നുണ്ട്. അല്ല, അങ്ങനെ സ്ക്രിപ്റ്റ് നന്നായെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ. കാരണം വെച്ചാൽ മാക്സിമം മറ്റു ടീമുകൾ നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ ലെവലില് നിൽക്കണമല്ലോ. അതെ അതെ. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തോ? കള്ളൻ, കിഡ്നാപ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ? ഇല്ല. അല്ല, അവൻ ഏകദേശം അതൊക്കെയാണല്ലോ. എന്ത് കൊടുത്താലും കളിക്കും. അല്ല, അപ്പൊ അങ്ങനെ ചെയ്തു. അതിന്റെ ബലം ഉണ്ടായി. നിങ്ങൾ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തെന്നുള്ളതാണ്. പലരും പെർഫോം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യം പറയുകയാണെങ്കിൽ പോലും അത്രയും സ്പേസ് എടുക്കാറില്ല ചിലവർ. നിങ്ങൾ ശരിക്കും ആ സ്പേസ്, പ്രത്യേകിച്ച് ആ ഓട്ടവും കൂടെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്തു. അതൊക്കെ ഒരു വലിയ പ്ലസ് പോയിന്റാ. എന്റെ അടുത്ത് പറഞ്ഞിട്ടാ കയറ്റിയത്. ചേച്ചി ഓടി കിടന്ന് കളിച്ചോളൂ. അല്ല, റിഹേഴ്സൽ സമയത്ത് ദീപ്തി ഞാൻ വിചാരിച്ചൊരു കാല് എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞു പറ്റുന്നത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാവിലെ തൊട്ട് ഞാൻ ഫുൾ ടൈം ഇരുന്നിട്ടാ പ്രാക്ടീസ്. വർഷങ്ങളായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇപ്പോഴും കേട്ടു തുടങ്ങിയുള്ളൂ. ആണോ? ഞങ്ങളൊരു 10-15 വർഷമായിട്ട് ട്രൂപ്പിലോട്ട് വരുമ്പോ തന്നെ കൈ വേദന, കാല് വേദന എന്ന് പറഞ്ഞാണ് തുടങ്ങുന്ന റിഹേഴ്സൽ. അപ്പൊ അത് കേട്ടാ ഒന്നും ഫീൽ ചെയ്യും. പക്ഷേ എന്താ പറയാ, ഓടാൻ പറ്റി. ഞാൻ പറഞ്ഞായിരുന്നു തുടക്കം കയറുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു, നമ്മളിൽ ഇത്രയേ ഉള്ളൂ. ഈ സാധനത്തിന് നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. വേറെ ഒന്നും നോക്കണ്ട. എവിടെ തെറ്റ് ചെയ്യണോ മറ്റോ അതൊന്നും നോക്കരുത്. എവിടെ പോയാലും നമ്മളങ്ങ് പിടിച്ച് കളിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിഞ്ഞ് കളിക്കുക. ഇത് പറഞ്ഞാണ് തുടങ്ങിയത് തന്നെ. അത് അവര് രണ്ടുപേരും നല്ല, നമ്മൾ 3 പേരും നല്ല രീതിയിൽ ചെയ്തു എന്ന് ഒരു ഇത് കാണുമ്പോൾ നമുക്കറിയാലോ സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് ആ മിററെടുത്ത് വീണ്ടും കരയുന്നുണ്ട്. അതൊക്കെ ഗംഭീരമായി. അല്ലെങ്കിൽ അത് ആദ്യത്തെ കഴിഞ്ഞാൽ അതങ്ങ് വിട്ട് കളഞ്ഞാൽ പോയേനെ. എല്ലാം കൊണ്ട് എല്ലാരും കറക്റ്റ് ആയിരുന്നു. അതിന്റെ ഫലമാണ് ആ ബാക്കിൽ കിടക്കുന്നത്. അതെ അതെ. അപ്പൊ അടുത്ത പ്രാവശ്യം ഇതിൽ നിൽക്കരുത്, ഇതിന്റെ മേളിലേക്ക് പിടിക്കണം കേട്ടോ. കഷ്ടപ്പെടും. ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, സന്തോഷമായിട്ട് പോയി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നസീർക്ക, പ്രസാദേട്ടാ, നമ്മളിപ്പോ കുറെ സ്കിറ്റുകൾ കണ്ടില്ലേ? നമുക്ക് അടുത്ത സെഗ്മെന്റ് വൈറൽ സെഗ്മെന്റ് ആണ്. ഒരു കിടിലൻ, ഒരു കൊച്ചു വൈറൽ ഗായകൻ നമുക്ക് വന്നു വിട്ടിട്ടുണ്ട്. നമ്മളെ വിളിച്ചാണ് ഇങ്ങോട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അതായത് വൈറലായ ഗാനം നമുക്ക് ആദ്യം വീഡിയോ വാളിലൊന്ന് കാണാം. എന്നിട്ട് പുള്ളിക്കാരനെ വിളിച്ചിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ ഓക്കെ. അഭിനവ് ഹരിപ്രസാദ്. ഏത് സ്കൂളിലാണ് പഠിക്കണത്? GHS ബാലരാമപുരം, തിരുവനന്തപുരത്ത് അല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണ മോൻ? ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. സ്കൂളിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ പരിപാടിക്കും കയറി പാട്ട് പാടും അല്ലേ? പാട്ട് പാടും, മിമിക്രി ചെയ്യും, അങ്ങനെ പല പല നമ്പറുകളുണ്ട് കയ്യില്. ഈ പരിപാടി ഉണ്ട്. ബാലരാമപുരം ജംഗ്ഷനിലുള്ള സ്കൂളാണോ? അതെ അതെ, ആ സ്കൂളാണ്. ആ സ്കൂളിലാണ് എൻ്റെ അച്ഛൻ പഠിച്ചത് കേട്ടോ. അപ്പൊ എവിടെ വീട് മോന്റെ? കോട്ടുകാൽക്കോണം, കോഴിക്കോട് ഭാഗത്താണ്. തിരുവനന്തപുരം തന്നെയാണല്ലേ? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം ഒരു മനോഹരമായിട്ട് ഒരു പാട്ടങ്ങ് കേട്ട് ഒന്ന് കൂളായിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അതെ അതെ അല്ലേ? മോനെ ഏത് പാട്ടാ പാടണ? ഞാൻ ആദ്യമായി മൗനം സ്വരമായി. അപ്പൊ ആദ്യം അതങ്ങ് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ? ഓക്കെ ഓക്കെ. മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലകൾ. ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ. ജന്മം സഫലം ഇൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ.
ജന്മം സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കൊമ്പിളിൽ. ജന്മം സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കൊമ്പിളിൽ ഉണരും ശ്രുതിയലിൽ ആരോ സാന്ത്വനമായി മുരളികയോതി ദൂരെ. ആഹാ ഗംഭീര കൈയ്യടി. താങ്ക് യു. അതെ വളരെ എനിക്ക് തോന്നണേ മനോഹരം, വളരെ മനോഹരം. വലിയ ആൾക്കാരൊക്കെ മാത്രം എടുക്കുന്ന ഒരു പാട്ടാണല്ലേ? അതെ 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 അത് ഗംഭീരമായിട്ട് പാടിയല്ലേ? അഭിനവേ ഓ അതിമനോഹരമായൊരു ഗാനം അതിലും ഗംഭീരമായിട്ട് അഭിനവി പാടി. താങ്ക് യു അങ്കിളെ. അസലായിട്ടുണ്ട്. നല്ല വോയിസ് ആണ് അഭിനവിന്റെ. താങ്ക് യു. സംഗീതമൊന്നും പഠിക്കുന്നില്ലല്ലോ അല്ലേ? അതോ ഉണ്ടോ? ഉണ്ട് പഠിക്കുന്നുണ്ട്. സംഗീതം പഠിക്കണം കേട്ടോ മോനെ. വീട്ടിൽ ഏറ്റവും കൂടുതൽ മോനെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ്? അച്ഛനാണോ അമ്മയാണോ? രണ്ടുപേരും. ഇവിടെ രണ്ടുപേരും എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് പാട്ടും കേൾക്കണം, മിമിക്രി ഒക്കെ കേൾക്കണം. മിമിക്രി ഉണ്ടോ? അപ്പൊ 2-3 ഐറ്റം കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛനമ്മനെ വിളിക്കാം. പോരെ? പോരെ? അത് മതി. അടുത്ത പാട്ടാണോ മിമിക്രി ആണോ? ഏതാണ് പാട്ടാണോ പാടുന്നത്? പാട്ട്. ഏത് പാട്ടാണ് പാടുന്നത്? കളിപ്പാട്ടമായി കൺമണി. ആഹാ, എല്ലാം ഗംഭീര സെലക്ഷനാണ് കേട്ടോ പാട്ട് പാടുന്നത്. അത് തന്നെയല്ല, ഇവിടെ നിന്ന് നമ്മൾ അരിയത്ത് നിൽക്കുമ്പോഴേ ഒരു പേടിയോ കാര്യങ്ങളോ വെപ്രാളോ ഒന്നുമില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഈ കഴിഞ്ഞ പാട്ട് പാടാനേ പറ്റില്ല. ഭയങ്കര കൂളായിട്ട് എന്നിട്ടാ പാടുന്നത്. അതെ. അപ്പൊ അടുത്ത പാട്ട് കേൾക്കാം. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹമാം ജനശയ്യയിൽ നിൻ സ്വരക്കൂട് കൂട്ടുന്നു ഞാൻ. ദേവി കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. മനനിലാവിൻ പൈതലേ മൊഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ. മനനിലാവിൻ പൈതലേ മൊഴിയിലുതിരും മണിച്ചിലമ്പിൻ
വഴിപ്പൂവ് ഞാനോമനേ കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണ മീട്ടുന്നു ഞാൻ നെഞ്ചിലെ മോഹമാ ജലശയിൽ നിൻ സ്വരക്കൂട് കൂട്ടുന്നു ഞാൻ ദേവി കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ ഈ ജന്മമേകുന്നു ഞാൻ നസീർക്ക, എന്താ ഫീൽ അല്ലേ? അതെ. അല്ല ഫീൽ ചെയ്താ പാടുന്ന കേട്ടോ. അഭിനവേ താങ്ക് യു. ഓ അഭിനവേ ഈ പാട്ട് സെലക്ട് ചെയ്യുന്ന ആരാണ്? അച്ഛനും അമ്മയും. ഗംഭീര പാട്ടുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നതൊക്കെ അല്ലേ? എനിക്ക് തോന്നുന്നത് സംഗീതത്തിന് പ്രാധാന്യമുള്ള പാട്ടുകളാണ് അല്ലേ അഭിനവ് പാടുന്നത്. ഇത് സ്റ്റേജിൽ സാധാരണ പാട്ടുകാര് ഈ പാട്ടുകൾ പാടാറില്ല. അതെ, ഇത് അതെ, അധികം പേരും അങ്ങനെ കൈകാര്യം ചെയ്യാറില്ല. അതാണ് സ്റ്റേജിൽ പാടുന്ന പാട്ടല്ലേ ഇത്. അല്ല, വലിയ വലിയ ആളുകളൊക്കെ പാടുന്ന പാട്ടാണ് അഭിനവ് പാടുന്നതാണ് അവർ രണ്ടുപേരും പറയണത്. അല്ല അതിപ്പോ ഒരു വർഷമല്ലേ ആയുള്ളൂ സംഗീതത്തിലേക്ക് കടന്നിട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ട്. അതെ. അതെ അതെ. പഠിച്ചൊക്കെ അങ്ങ് വരുമ്പോ ഗംഭീര ഗായകനായി മാറും. പിന്നെ ഒരുപാട് കിടക്കണേ ഉള്ളു പഠിക്കാനായിട്ട്, അത് സംഗീതം പഠിക്കാനായിട്ട്. മിമിക്രി അല്ലേ നീ? മിമിക്രി ചെയ്യുന്നല്ലേ പറഞ്ഞു? മിമിക്രിയാണോ ചെയ്യാൻ പോണേ? ആ മിമിക്രിയിൽ എന്താണ് അഭിനവ് ചെയ്യാൻ പോണത്? പ്രകൃതിയിലെ കുറച്ച് പ്രകൃതിയിലെ ശബ്ദങ്ങളാണ്. കുറച്ച് സൗണ്ടുകളല്ലേ, ആ. ശബ്ദങ്ങളല്ലേ, അത് നമുക്ക് കേട്ട് മൃഗങ്ങളുടെയൊക്കെ അത് നമുക്ക് കേൾക്കാം. അപ്പൊ നമുക്ക് മിമിക്രിയിലേക്ക് പോവാം. അഭിനവിന്റെ വളരെ മനോഹരം. ഇനി വ്യത്യസ്തമായിട്ട് ഒരു ഡ്രില്ലിംഗ് മിഷൻ, ഇങ്ങനെ തുളക്കമില്ല, ഇങ്ങനെ അതിന്റെ ശബ്ദം കേൾക്കാം. ഡ്രില്ലിംഗ് മിഷൻ അല്ലേ അഭിനവ്? അടിപൊളി. ഗംഭീരമായിരുന്നു. അടുത്ത ഏത് ശബ്ദമാണ് ഇനി? പോമറേനിയൻ നായ. പോമറേനിയൻ. ഓക്കെ. ഇനി മയിലല്ലേ? അല്ലല്ല, നായ ഒരെണ്ണല്ലേ? ഒരെണ്ണം കൂടെ ഉണ്ടെന്നാ തോന്നുന്നു അല്ലേ? വേറൊരു നായ കൂടെ അല്ലേ? അൽസേഷൻ ഉണ്ടോ? അയ്യോ സോറി. ഓക്കെ. ഓക്കെ. ഇനി നാടൻ നായ. ഫോറിൻ മാത്രമല്ല, നാടനുണ്ട് നമ്മുടെ കേട്ടാ. എവിടെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ടട്ടാ. എല്ലാ ഐറ്റം പട്ടികളും ഉണ്ട്. ഇനി മയിലിന്റെ ശബ്ദം കേൾക്കാം. വളരെ റയറാണ് കേട്ടോ. ഓ അമ്മോ, ഒരു രക്ഷയില്ല. കാലക്കിയത്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പലർക്കും മയിലിന്റെ ശബ്ദം അറിയാൻ പാടില്ല. അഭിനവേ, അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവല്ലേ? ഇനി ഏത് പാട്ടാണ് പാടാൻ പോണത്? തൂമഞ്ഞി നെഞ്ചിലൊതുങ്ങി. ആഹാ, എല്ലാം സൂപ്പറാ. സംഗീതത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള നല്ല സെലക്ഷൻ ആണെന്ന് പറഞ്ഞ പാട്ട്. സെലക്ഷൻ അതന്നെ. Thank you. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്
അഭിനവിനെ. താങ്ക് യു. നസീർക്ക, അല്ല, ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന അച്ഛനും അമ്മയാണെന്നല്ലേ പറഞ്ഞത്? അതെ. ആ അതെ. നമുക്ക് ആ അച്ഛനും അമ്മയൊന്നും വേദിയിലേക്ക് വിളിച്ചാലോ? ആ അത് മോൻ തന്നെ വിളിച്ചോ, അമ്മച്ചനെ വിളിച്ചോ. അച്ഛ അമ്മേ വരൂ. ആ അല്ല, സോങ് നല്ല അടിപൊളിയായിട്ട് പാടിക്കഴിഞ്ഞപ്പോ അമ്മയുടെ അച്ഛൻ്റെ ഒരു കിഡിലെന്നെ ഉമ്മ അല്ലേ? അതെ. സന്തോഷമായ? സന്തോഷായി. എങ്ങനെയുണ്ട് ചേട്ടാ? വളരെ സന്തോഷമുണ്ട്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്, ഇങ്ങനെ ഒന്ന് മോനെ കൊണ്ടൊന്ന് ഒരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്യിക്കണമെന്നുള്ളത്. അതും ഇതുപോലെയുള്ള ഒരു വലിയൊരു ഫ്ലോറിൽ. ഞങ്ങൾ മിക്കവാറും ഈ ചാനൽ സ്ഥിരമായി കാണുന്നതാണ്. ഓക്കെ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്താ ചെയ്യണത് ഹരിപ്രസാദ്? ഞാൻ കോള സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. ഓ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ്. ഓ അത് ശരി. ശരി. വൈഫ് നെയ്യാറ്റിൻകര കോടതിയിൽ. ഓ എന്താ ചേച്ചിയുടെ പേരൊന്ന് പറ, പേര് പറ. സഞ്ജു. 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 നിങ്ങളാണ് പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന മോന്? നമ്മൾ രണ്ടുപേരും കൂടെയാണ്. ഇപ്പോൾ 9ാം ക്ലാസ്സിലാണല്ലോ. ഈ കഴിഞ്ഞ വർഷം തുടങ്ങിയത് എന്താ? അപ്പൊ നേരത്തെ അറിയാൻ പാടുണ്ടായിരുന്നില്ലേ പാട്ട് പാടും, അഭിനവ് പാട്ട് പാടും എന്നുള്ളത്? അല്ല, മോൻ പാടും, പക്ഷെ അത് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അവൻ ഇങ്ങനെ പാടുന്നതാണ്. അപ്പം റെഗുലറായിട്ട് അവന് ഇപ്പൊ 2.5 വർഷം തമിഴ്നാട് ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെന്റിലായിരുന്നു 2020. ശരി ശരി. അപ്പൊ അത് വന്ന് വീണ്ടും അവൻ നടന്നു തുടങ്ങിയതായിരുന്നു. എന്താണ് അഭിനവിന്? പിന്നെ ഈ മൾട്ടിപ്പിൾ ഡിസോർഡർ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ നടക്കുന്നതിലും എല്ലാം ബുദ്ധിമുട്ടുള്ളതാണ്. ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അപ്പൊ നടന്നു തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, പിന്നെന്ത് പറ്റി? പിന്നെ സ്കൂളിൽ പോയ സമയത്തൊന്ന് ചരിഞ്ഞ് വീണായിരുന്നു. അങ്ങനെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ പറ്റി. അങ്ങനെ ഒരു 5 മാസത്തോളം പ്ലാസ്റ്റർ കാലിട്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് നടന്നു വന്ന പിന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ ഫ്ലോ അങ്ങ് പോയി. പിന്നെ വീണ്ടും പഴയ സ്റ്റേജിലേക്ക് പോയി. ഇപ്പൊ വീണ്ടും നിലവിൽ തമിഴ്നാട് നെപ്പോളിയൻ മയോപ്പതി ഹോസ്പിറ്റലിൽ വീണ്ടും ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ്. 3 മാസമായിട്ട് ട്രീറ്റ്മെന്റിലാണ്. ഈ പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ നാട്ടിലേക്ക് വന്നതാണ്. അപ്പൊ അത് ശരിയായിക്കോളും. ഓൾറെഡി നടന്നു തുടങ്ങിയതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി വീണ്ടും ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴേക്കും നടക്കാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു മകനേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. തീർച്ചയായിട്ടും 9ാം ക്ലാസ്സിലല്ലേ, കൊച്ചല്ലേ അല്ലേ? ഇനി എത്രയും നാൾ കിടക്കണം, അതൊക്കെ മാറി എല്ലാം ഗ്രാൻഡായിട്ട് വരും. മനോഹരമാവും. ഒരു നന്ദി പറയാനുള്ളത്, ഈ പ്രോഗ്രാമിൽ ഒന്ന് പങ്കെടുക്കാൻ അവസരം തന്ന ഋതി ചേട്ടനും അമ്പാടി ചേട്ടനും വളരെയധികം നന്ദി അർപ്പിക്കുകയാണ്. ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. ഞങ്ങൾക്ക് മോൻ്റെ പാട്ടും മിമിക്രിയൊക്കെ കേൾക്കാൻ പറ്റും. നമുക്ക് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവനിലൂടെ ഞങ്ങൾക്കും ഈ ഫ്ലോറിൽ വന്ന് നിൽക്കേണ്ട ഒരു ഭാഗ്യം കിട്ടി. വളരെ സന്തോഷം. അപ്പൊ നിങ്ങളെ സന്തോഷിക്കുന്നു. എന്തായാലും നമ്മുടെ അഭിനവിന്റെ അസുഖങ്ങളൊക്കെ വലിയ അസുഖങ്ങൾ ഒന്നും അല്ല, ഇതിലും വലിയ അസുഖമുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാവും. ഇത് ചെറിയൊരു കാര്യമാണ്. അപ്പോൾ അഭിനവിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. പാട്ടിലും മിമിക്രിയിലും ഒക്കെ സ്കൂളിൽ വലിയ ആളാവട്ടെ. വരയ്ക്കും സർ, വരയ്ക്കും. ഓ അത് ശരി. ഓക്കെ. റൂബീസ് ക്യൂബ് ചെയ്യുന്നുണ്ട്, കണ്ണടച്ചുകൊണ്ട് ചെയ്യും. ശരി ശരി ശരി. സോൾവ് ചെയ്ത റൂബീസ് ക്യൂബ് കണ്ണടച്ചുകൊണ്ട് റീസോൾവ് ചെയ്യും. അപ്പോൾ ഒരു വരവ് കൊണ്ട് വരേണ്ടി വരും. തീർച്ചയായിട്ടും. മൾട്ടി ടാലന്റഡ് ആണ് അല്ലേ? അതെ അതെ അതെ. അപ്പൊ അഭിനവിനും അഭിനവിന്റെ കൂട്ടുകാരന്മാർക്കും സ്കൂളിൽ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുന്നു കേട്ടോ. അഭിനവേ അടിപൊളി കേട്ടാ. ഓക്കെ ചേട്ടാ. ഓക്കെ, എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ പൂർണ്ണമാക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല നല്ല സ്കിറ്റുകളും നല്ല നല്ല ഐറ്റങ്ങളായിട്ട് നാളെ കാണാം. നമുക്ക് കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്.